വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നി ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് ഇന്നത്തെ ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ വേണ്ട ലോഡഡ് ഫ്രൈസ് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലോഡഡ് ഫ്രൈസ് ആണ്. അതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബട്ടർ എടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് മൊസറല്ല ചീസ് കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു ക്രീമി ടെക്സ്ചർ ആകുന്ന നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ലേസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടി കുറച്ച് മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം കുറച്ച് മേലെ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ചുകൂടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീസിൻ്റെ ക്രീമാണ്. ഇനി അതിന് മേലെ ഒരു ലെയർ കൂടെ ആക്കിയിട്ട് കുറച്ചുകൂടെ ചിക്കൻ ഇട്ടിട്ട് അതിന് മേലെ കുറച്ചുകൂടെ ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ലേസ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ജസ്റ്റ് കൈ വെച്ച് പൊടിച്ചതിന് ശേഷം ആ ഒരു പൊടി മേലെ ഇട്ട് കൊടുക്കുകയാണ്. ലേസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അതിന് മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് മേലെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം, അടിപൊളിയാണ്.